ഇതാണ് പ്ലനേറിയ എന്ന അത്ഭുത ജീവി. ഇവയെ എത്ര പീസായി മുറിച്ചാലും ആ ഭാഗങ്ങളെല്ലാം പുതിയ പ്ലനേറിയയായി മാറുന്നു. പുതിയ ഭാഗങ്ങളിൽ പുതിയ തലയും പുതിയ തലച്ചോറുകൾ വരെ പുനർജീവിപ്പിക്കാൻ ഇവയ്ക്കാകുമത്രേ. ഈ തലച്ചോറുകൾക്ക് ഓർമ്മകൾ വരെ നിലനിർത്താൻ സാധിക്കും. പ്ലനേറിയയെ 279 കഷ്ണങ്ങളായി മുറിച്ചാലും ഇവയ്ക്ക് പുതിയ പ്ലനേറിയകളായി മാറാൻ സാധിക്കും. എന്തൊരു അത്ഭുതമാണല്ലേ. എന്നാൽ എന്താണ് ഇതിന് കാരണം? പ്ലനേറിയയുടെ ശരീരകോശങ്ങളിൽ 30% നിയാബ്ലാസ്റ്റ് എന്ന മുതിർന്ന മൂലകോശങ്ങളാൽ നിർമ്മിതമാണ്. കേടുപാടുകൾ സംഭവിച്ച സ്ഥലത്ത് നിയാബ്ലാസ്റ്റ് കൊണ്ട് നിർമ്മിച്ച കോശങ്ങളുടെ സുതാര്യമായ പാളി സ്വയം രൂപീകരിച്ച് സ്വയം പുതുതായി രൂപം കൊള്ളാൻ സഹായിക്കുന്നു. കോശങ്ങൾക്ക് ഏത് കോശമായും വേർതിരിയാനാകും. അതിനാൽ മുറിവ് എവിടെയായിരുന്നാലും അത് കോശങ്ങളിലൂടെ പുനർജീവിപ്പിക്കുകയും ഒരു പൂർണ്ണമായ പുതിയ ജീവിയായി മാറുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പ്ലനേറിയ ഒരു പരന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു ജീവിയാണ്. ശുദ്ധജല തടാകങ്ങളിലും കടലുകളിലും ഒക്കെയാണ് ഇവ കാണപ്പെടുന്നത്. ഇതിന്റെ ശരീരത്തിന്റെ വലിപ്പം ഏകദേശം 1 ഇഞ്ചാണ്. ഇവയ്ക്ക് കണ്ണുകൾക്ക് പകരം തലയിൽ ഈ കാണപ്പെടുന്ന സ്പോട്ടുകളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ മനസ്സിലാവുകയും പിന്നീട് അതിനെ വിപരീതമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇവയുടെ പ്രധാന ഭക്ഷണം ചെറിയ പ്രാണികളും ചത്ത മൃഗങ്ങളുമാണ്. ഇവയ്ക്ക് വായുകളില്ല. പകരം ശരീരത്തിനടിയിലെ ശ്വാസകോശത്തിലൂടെയാണ് ഇവ ഭക്ഷിക്കുന്നത്. ഈ അത്ഭുത ജീവിയെപ്പറ്റി പഠിക്കുകയാണ് നിരവധി ഗവേഷകർ. മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ മൈക്രോഗ്രാവിറ്റിയിൽ ഇവ എങ്ങനെ പുനർജനിക്കുന്നു എന്ന് പഠിക്കാൻ പ്ലനേറിയമാരെ ബഹിരാകാശത്തേക്ക് അയച്ചിരിക്കുകയാണത്രേ. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.